ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള പന്നി. അത് സൈറ്റിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല ഒന്നുകൊണ്ട് വരാൻ പറഞ്ഞോ. ഞാൻ ബാക്കി സാറ് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജോലി പോവും. എന്ത് പറ്റി? അത് പിന്നെ വീണ്ടും ആർക്കെങ്കിലും താൻ ലവ് ലെറ്റർ കൊടുത്തോ? അയ്യോ, അതെങ്ങനെ സാർ അറിഞ്ഞു? എം ഡിയുടെ ആ വിളി കേട്ടപ്പോ മനസ്സിലായി. സാറിന്റെ അമ്മായപ്പനല്ലേ എം ഡി. ഇത്തവണത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ പറയണം. ഈ കാര്യത്തിൽ ഒരു ശുപാർശ അവിടെ ഏൽക്കില്ല. താൻ വേഗം പോയി ആ സസ്പെൻഷൻ ഓർഡർ വാങ്ങിക്കൊണ്ടുവാ. ചെല്ലേ സാറേ. ആ വാടാ. ഇത് താൻ ഈ കുട്ടിക്ക് കൊടുത്തതാണോ? അതെ സാർ. വായിക്കേ. വായിക്കാൻ. ഞാൻ ഈ ഓഫീസിലെ പിയൂൺ ലോനായി. വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി. നമുക്ക് ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുത്തുകൂടെ? ഒരു ഉദ്യോഗസ്ഥയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ എന്നെ എടുത്ത തീരുമാനമാണ്. എന്റെ ശമ്പളമായ 800 രൂപയും ഭവതിയുടെ ശമ്പളമായ 1200 രൂപയും കൂടി ചേരുമ്പോൾ 2000 ആയി. വീട് വാടക 500 രൂപ, കറണ്ട് ചാർജ് 300 രൂപ, പച്ചക്കറി പലചരക്ക് ഒരു 600 രൂപ, വാട്ടർ ചാർജ് 100 രൂപ, പാലിന് 300 രൂപ. അങ്ങനെയൊക്കെ നീക്കി വെച്ചാലും 200 രൂപ ബാക്കി. അതിന് നമുക്ക് ലാവിഷായിട്ട് സിനിമ കാണാം. എന്തേ? സാഹിത്യമൊക്കെ നന്നായിട്ടുണ്ട്. പൊക്കോളൂ. നിന്നോടല്ല, കുട്ടി പൊക്കോളൂ. കുട്ടി പൊക്കോളൂ. എന്താ ലോനായി മോനെ, എന്താ ഇതൊക്കെ? അത് സത്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ സാറേ. ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മേൽ ദാമ്പത്യം വന്ന കൂര പണിയാൻ പറ്റൂ. നിന്റെ കൂര എന്റെ ഓഫീസിലിട്ട് തന്നെ പണിയണോ? പുതിയതായി ജോയിൻ ചെയ്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താൻ ലൈഫ് ലെറ്റർ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. നമ്മുടെ വിലാസിനിക്ക് കൊടുത്തിട്ടില്ല. പ്രതിഫലം മെച്ചിക്കാതെ കർമ്മം ചെയ്യുക. ഈ കാര്യത്തിൽ ഇതാണ് എന്റെ പോളിസി. പ്രതിഫലം ഞാൻ നിനക്ക് തരാം. അയ്യോ, സാറിനതൊരു ബുദ്ധിമുട്ടാവില്ലേ? വാ. എന്താ? നിനക്ക് ഈ മാസത്തെ ശമ്പളം ഇല്ല. അയ്യോ, പോയി ചായ കൊണ്ടുടാ. ശമ്പളം കട്ട് ചെയ്യും പോലും. ലോകത്തെ കിടലം കൊള്ളിച്ച ഹിറ്റ്ലറും മുസോളിനിയും പോലും പ്യൂൺസിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. എന്ന് ശരി കേട്ടോ. അങ്ങനെയാലും പറ്റോ? സാർ ചായ. അയ്യോ, അതെടുക്കണ്ട. അത് പഞ്ചസാര ഇട്ടതാ. എനിക്ക് പഞ്ചസാര ഇട്ട ചായ ആണല്ലോ വേണ്ടത്. അല്ലാതെ എം ഡി സാർ കുടിച്ചാലേ ശരിയാവുള്ളൂ. അതെന്താ? ഇത് സ്പെഷ്യൽ ടീയാ. ഇതെടുത്തോ. അങ്ങനെ സ്പെഷ്യൽ ചായ. അയ്യോ, ഒരു മിനിറ്റ്. ഈ ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട്. എന്താ പ്രശ്നം? ഈ സ്ഥാപനത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടല്ല, അച്ഛന്റെ സണ്ണിലോ ആയിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ കാര്യം പറ. അല്ല, ലോനായുടെ 1 മാസത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ടുള്ള അച്ഛന്റെ തീരുമാനം പിൻവലിക്കണം. അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുത്താലേ ഇവനൊക്കെ പഠിക്കൂ. എന്നാലും ഇത്തവണ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചായ കുടിക്കാൻ വരട്ടെ? ഇത് വലിയ ശല്യായല്ലോ. ഇനി എന്താ പ്രശ്നം? അല്ല, ലോനായിക്ക് വേറൊരു പരിഭവം കൂടിയുണ്ട്. എന്താ? അതായത് ഇവൻ പറയുന്നത് ഇത്രയും വർഷമായിട്ടും ഇവൻ ഡെയിലി അച്ഛന് ചായ തരാറുണ്ട്, പക്ഷേ അച്ഛന്റെ കൈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും ഇവന് ചായ കൊടുത്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ. നീ ചായ കുടിക്ക്. സാർ, അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. സാർ തമാശക്ക് പറയണതാ. തമാശ ആയാലും സീരിയസ് ആയാലും ചായ കുടിക്ക്. സാർ, ഞാൻ ചായ കുടിക്കില്ല. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചായ കുടിക്കടാ. എനിക്ക് വേണ്ട സാറേ. നീ ചായ കുടിക്കാൻ. ഞാൻ ചായ കുടിക്കാറില്ല. ചായ കുടിക്ക. സന്തോഷായി. എനിക്കും അതെ. എനിക്കിന്ന് ലീവ് വേണോ? ലീവ് തരാൻ പറ്റില്ല, ഇവിടെ ആളില്ല. എനിക്ക് ലീവ് വേണോ? ലീവ് തരില്ല. എനിക്ക് ലീവ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ പോവും. എന്താ? ഇല്ലെങ്കിൽ ഇപ്പൊ പോവും സാറേ. ഇപ്പൊ പോവും സാറേ. ഇന്ന് മോളെ ഇതുകൂടി വെച്ച ഇതെന്തിനാ മുത്തശ്ശി? നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയാതെ എന്തിനാണ്? സെൽഫ് പ്രൊട്ടക്ഷൻ. മുളക് പൊടി സെപ്റ്റീവിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ, ഇന്ന് 3 പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ. ഇപ്പോഴേ വൈകി. മോള് വേഗം പോക്കോ. എടി,
ഒരു TV ഡയറക്ടർ എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതെന്താ അറിയാത്തെ? സ്വാമി Which floor? 4th floor. 4th floor എന്നാണല്ലോ നിങ്ങൾ കയറിയത്. ഇതെന്താ ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? 4 നില മുകളിലേക്ക് ഓടിക്കയറി എനിക്ക് 1 നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ആരും കണ്ടില്ല, ഭാഗ്യം. രാധികെ, നീ വരാൻ വൈകിയപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ, എനിക്കാണോ? മീറ്ററിയാണോ? എന്ത് ഇങ്ങനെ റീഡിങ് നോക്കണ്ടേ? സോറി, ഇയാള് മേക്കപ്പ് ചെയ്യുന്നില്ലേ? മേക്കപ്പ് വേണോ? മുഖത്തെ വൃത്തിയോട് വെച്ച് മാറി കിട്ടും. താങ്ക്സ്. ഓ, ഇയാളെ താങ്ക്സ് ഇട്ടിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ചെടുത്തോളൂ. അല്ല സാറേ, മേക്കപ്പ് ആയിട്ടാണ്. അല്ല മേക്കപ്പ് ബ്രോ. ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും ഇന്ന് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? MD മരിച്ചു. ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. വീട്ടിലൊരു സിനിമയ്ക്ക് പോയാലേ അച്ഛൻ്റെ കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ. അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്കും. ഒരു സെക്കൻഡേ. ആരെയാണോ കണിയേണ്ടത്? ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. അത്രേ ഉള്ള. എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്ക്. അയ്യോ, അതങ്ങനെ ചുറ്റടിക്കില്ല. ഫോറിൻ സാധനങ്ങളാ. ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? താഴ്ത്തൂടെ പൊട്ടു. എന്നവരെ തനിക്ക് ചുമന്നൂടായിരുന്ന ഞാൻ എന്താ ചുമട്ടില്ലാളിയോ? ഈ MDക്ക് വരെ ഇവനൊക്കെ ചത്തൂടെ? വൃത്തിയേട്ടവൻ. രമ്യ, അത് ശരി, പറയാതെ പോയോ? ഓക്കെ. വല്ലപ്പോഴാണ് ഇങ്ങനൊരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താറ്. അയ്യോ, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കയറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെയാ. മേക്കപ്പ് വന്നില്ലല്ലോ. ഇല്ലമ്മേ, എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അമ്മേ, ദേ ആരോ വരുന്നുണ്ട്. അത് ശരിയാവോ ശ്രീധരേട്ടാ? പിന്നെ നിന്റെ മീശയും പഠിച്ചൊരു ബിഗും വെച്ച് കഴിഞ്ഞാൽ അസല പെണ്ണ ഒരു പ്രശ്നമുള്ള കാര്യമില്ല അത്. അല്ല, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വെച്ചിരിക്കുന്നു. ആഹാ, നിങ്ങളാണോ ശ്രീധര? നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? ഞങ്ങൾ 2 പെണ്ണുങ്ങള് രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ. ആ കുട്ടി അശ്വതി ഇതേവരെ എത്തിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷിൽ എന്തോ പുറപുറത്തോണ്ട് ഇവിടെ ഇറങ്ങി പോയതാ. ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല. എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? അമ്മയുടെ അനുവാദം ഇല്ലാതാണോ അവിടെ പോയത്? വിസ്തരിക്കാൻ നിൽക്കാൻ നീ എവിടെയും ചെന്നൊന്ന് അന്വേഷിക്കടാ. മനുഷ്യന്റെ മനസ്സിവിടെ കത്തുക. ചേച്ചി, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി? ഒരു പിടിയില്ല. എന്താ? അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത്? അമ്മോട് എന്തോ പറഞ്ഞു.
എന്താ ഇത്ര വൈകുന്നതെന്നാ മനസ്സിലാവാത്തെ? നമുക്ക് കാറെടുത്ത് പോയി അന്വേഷിക്കാം സാർ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയല്ലേ? ഈശ്വര, വല്ല അപകടം. നിങ്ങളൊന്ന് വേഗം ചെല്ലുന്നേ. നീ പോയി ഷർട്ട് എടുത്തോണ്ട് വാ. അശ്വതി എവിടെ? അപ്പൊ വന്നിട്ടില്ല അല്ലേ? നീ എന്തൊരു മരം കൊണ്ടാടാ? നിന്നോട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്? എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ പോയി അന്വേഷിക്കാൻ ഞാൻ പറയില്ലേ? അല്ല, ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? കുന്തം. ഞാൻ ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം. അല്ല, നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ. ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാ. ശ്രീധര, അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദേഷ്യം വന്നാലുണ്ടല്ലോ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഒരു പെൺകുട്ടിയല്ലേ അവള്? പിടിച്ചു നിർത്തി 4 പെട പഠിക്കണം, അപ്പളേ പഠിക്കൂ. ആ, അത് തന്നെ അതിനുള്ള മരുന്ന്. ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള അധികാരമുണ്ട്. അവളുടെ അമേരിക്ക ഒന്നല്ല ഇത്. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ശ്രീധര, നീ ഇതൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? വാ സാറേ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. എന്തൊരു കഥയാ മോളേത്. ഞങ്ങളിവിടെ തീ നിന്ന് പോയല്ലോ. എന്തു പറ്റി? അല്ല, ഇത്രയും നേരം വൈകിയപ്പോ? അല്ല, ഒന്നുമില്ല. ഞാൻ നല്ലോണം ഒന്ന് കൊടുക്ക് ചേച്ചി. ന്യായം ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തു കൊടുക്കുന്ന കാര്യ പറഞ്ഞത്? തല്ല്. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാനെ. ആരാ നിങ്ങള്? അല്ല, അശ്വതിക്ക് അറിയില്ലേ? സദാശിവൻ സാറ്, കോൺട്രാക്ടർ, നമ്മുടെ അടുത്ത വീട്ടില്. മതിയോട് പരിചയപ്പെടുത്തിയത് നീയല്ലേ പറഞ്ഞ കൊല്ലു മെഴുകുന്നൊക്കെ? അല്ല, അത് ഞാനേ അശ്വതി അകത്തേക്കല്. വരട്ടെ, ഇയാൾ എന്നെ തല്ലുവെന്ന് അറിയട്ടെ. ഇതെന്തപ്പ ഈ കഥ? ശ്രീധര, നിന്റെ അമ്മാവന്റെ മോള് സ്വല്പം പെശകൻ കേട്ടോ. That's none of your business. അല്ല, സാറൊന്നും ഉണ്ടായിരുന്നേ. ചുമ്മാ ഇരിക്കാം. ഇപ്പൊ അങ്ങനെയായോ? വിളിച്ചു വരുത്തിട്ട് ആളെ കൊച്ചാക്ക. വാടാ, എന്തൊരക്കായി എനിക്കെന്താ? ഇനി ഒരു കാര്യത്തിനും എന്നെ അന്വേഷിക്കണ്ട. ഒറ്റ കീറി വെച്ചെന്നുണ്ടല്ലോ. എന്തിനാ എന്റെ മക്കട്ടിക്ക്? അതാ ഈ റോഡ് നാട്ടുകാരുടെ ശ്രമദാനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ കാണിക്കുകയില്ല. പക്ഷെ 2 വശങ്ങളിലും വീതി വർദ്ധിപ്പിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. വെമ്പായത്തോട് ചാൽപ്പുറം റോഡിന്റെ കാര്യവും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ചുമ്മാ ഒന്ന് പരിഷ്കരിച്ചു. എന്താ കുഴപ്പം? മഴ പെയ്തപ്പോ കൊളായില്ലേ, അത് തന്നെ കുഴപ്പം. കുടിയേറ്റ പ്രദേശത്തൊക്കെ അത് തന്നെ ധാരാളം. ഈ കാടന്മാർക്ക് എന്തിനാ റോഡ്? വോട്ട് പിടിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രല്ലേ ഈ റോഡും ഡിസ്പെൻസറും ഒക്കെ. അപ്പോ ഗോവിന്ദപുരം പാഞ്ഞാളി റോഡ്, മാട്ടാനത്ത് പാലിക്കാവ് റോഡ്, ആ തൊട്ടിൽക്കടവ് പാലത്തിന്റെ കേസ് ഒതുക്കിയതോടെ ഞാൻ ആകെ ഒന്ന് ടൈറ്റായി നിൽക്കുക. സാറാ റോഡ് പണിയുടെ ചെക്ക് ഇന്ന് തന്നെ തരണം. സാറ് പണി തുടങ്ങും. ചെക്ക് ഞാൻ തന്നേക്കാം. പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട? ഓഹോ, കണ്ടു. നല്ല പണക്കൊതിയനൊരു മൂരാച്ചി. യവനെ നാമിനി ആക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ പ്രോഫിറ്റിന്റെ 15% അയാൾക്ക് വേണമെന്ന് പറഞ്ഞു. ഇതിപ്പോ 10-25 ലക്ഷത്തിന്റെ പണിയാ ഞാൻ തന്നിരിക്കുന്നത്. വെമ്പായത്തോട് റോഡിന്റെ കാര്യത്തില് സാർ എന്നെ അന്ന് ഒതുക്കിയതുപോലെ. ആരൊതുക്കി? എന്തോന്ന് ഒതുക്കിന്നായി പറയുന്നേ? കണക്കെടുത്ത് നോക്ക്. 20% ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അല്ല, അങ്ങനെ ഇപ്പൊ 5-10 ധർമ്മമായിട്ട് കിട്ടിയൊരു കാര്യമില്ല സാറേ. ഞങ്ങൾ ഈ ചെയ്യുന്ന അല്പം റിസ്ക്കുള്ള പണിയാ. വല്ല കുഴപ്പമുണ്ടായ എഞ്ചിനീയറോട് അധികൃതർ ആദ്യം ചോദിക്കുക. ഒക്കെ മനസ്സിലായി. ചെക്ക് മാറുമ്പോ അപ്പപ്പോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് വൈകാതെ ഞാൻ എത്തിച്ചേരാന്നേ. ടൗണിൽ ഇത്തിരി സ്ഥലം വാങ്ങണമെന്ന് ഭാര്യ പറയാൻ തുടങ്ങിട്ടെ ഒറ്റ കൊല്ലമായി. ഞാൻ 10 കൊല്ലായി. ഒക്കെ ശരിയാക്കാം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല, എന്താ? ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. ധൈര്യമായിട്ടിരി. വാ വാ. എടോ, 38 വയസ്സിനിടയിൽ 56ാമത്തെ പെണ്ണുകാണലാ ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നോ പണി? ഒന്ന് പോണോടുന്നു. ജാതകം ഒത്തു വന്ന 56ാമത്തെ പെണ്ണിനാ. എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല്ലേ കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. വാരിയല്ലോ? വാരിയല്ലെന്ന് പറയാൻ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ, അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു.
തന്റെ കരുനാക്കോടൊന്നും പറയാൻ നിൽക്കണ്ട. പത്തിന് തീ പിടിച്ചേ. ഓടിക്കോ, നാട്ടുകാരെ. എന്താ വെളിവാ, തീ തീ. അയ്യോ, നോ തീ, നോ ഫയർലു. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, നിനക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്? ഈ വേഷത്തിൽ ഞാനെങ്ങനെ ജനവട്ടത്തിലേക്ക് ನೀವು ಸ್ನಾನ ಮಾಡಿಬಿಟ್ಟು ಬೇರೆ ಬಸ್ಸಲ್ಲಿ ಬಂದ್ಕೊಳ್ರಿ. ചേട്ടാ, ഞാൻ അടികളിയാ അടികളിയാ. പങ്കജദ്രോഹി, നിനക്ക് ഒരിക്കലും പെണ്ണിട്ട് ഒരിടിച്ചു പോട്ടെ. ചേട്ടാ, ആ ചേട്ടനെ കൂടി പോണ പട്ടി. എന്നെ കല്യാണം പഠിക്കേ. ഈ മണവാട്ടിപ്പണ്ണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാ ഉണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല. കഷ്ടം, സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലല്ലേ. അവിടെ അടുപ്പിൽ തീ കൊടുത്താറായി. നീ എവിടെയല്ലേ? അച്ചു, അച്ചുവിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടി പെണ്ണ്, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവൾക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കും മോളെ. എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെയാ. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. എക്സ്ക്യൂസ് മീ, പെന്നും തരും. ഈ മേൽവിലാസം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നേരത്തെ എന്നെ പറഞ്ഞ പോരെ? അതറിയാന്നിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ. എപ്പോ കിട്ടും? അരമണിക്കൂറിനെ എത്തിച്ചേക്കാം. ഒരു ടെലിഗ്രാം ഉണ്ട്. നാളെ 9 മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ. MD നേരിട്ട് അയച്ചിരിക്കുക. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും. അമ്മയിലധികം പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ പുറപ്പെടാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ല, ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോരെ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്. അല്ല, അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളവർ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളും. അല്ല, സേതു നാട് പോവല്ലേ? അല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരാം. അവിടെ ബാംഗ്ലൂരില് HAL, HMT, BL തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ. അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഈ തിരക്കിന്റെ ഇടയിൽ സേതു വരണ്ട. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം. എന്നിട്ട് വന്നാ മതി. അത് ശരി. അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ? അത് ശരിയാവില്ല. ഹൗസ് ഓണർ സമ്മതിക്കില്ല. സേതു നാട്ടിൽ പോയിക്കോളൂ. ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ചേക്കാം. എന്താ? അല്ല, നാട്ടിൽ പോയാൽ പോകുന്നതിനെന്താ? 2 ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും. അവന് നമ്മുടെ കൂടെ വന്നോട്ട് മോനെ. കാര്യം അറിയാതെ അമ്മ അഭിപ്രായം പറയട്ടോ. അപ്പൊ ഞാൻ നാട്ടിൽ പോവാല്ലേ? അതാ നല്ലത്. അല്ല, അവിടെ ചെന്ന ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയമുണ്ടോ? അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ? പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ. വരും. നേരെ കളയല്ലേ? വാ.
നീയും കയറിക്കോളൂ, നിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. വളരെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടെത്തി. ഒരു 4 ദിവസം ഒന്നിച്ചു കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ. ഞാൻ കമ്പി അടിക്കും, നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷനല്ല, സിനിമാ തിയേറ്ററാണ്. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. ദുഷ്ടാ, കോട്ടയ്ക്കാട് അംശാദീരയുടെ മോനല്ലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാദീനോട് പോയിക്കോ. വരുന്നേ വാ, ടാക്സി വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ വാ. നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടക്കാട്ടേക്ക് 9:30 വരെ ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ പിന്നെ ഈ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ ഈ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നെ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാലത്ത് പോവേ. എന്റെ ഭാഗ്യം. മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാ. ഏത് വല്ലതും കഴിച്ചോ? അമ്മേ, എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. ഹായ്, മുത്തുക്കൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്കകത്ത് വെച്ചുതരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടില് മണ്ണില്ലല്ലോടാ. പുല്ലു മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. அந்த மரத்தை பாத்தியா? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിച്ച. அந்த மரத்து மேல ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தலைப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ?
കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലും ആക്കി. കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ? കുണ്ടിയെല്ലാം പോച്ച്. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ എന്റെ മുണ്ട് വെള്ളത്തിലിട്ട് എടുക്ക എടുത്ത് പിടിച്ചിട. പയ്യങ്ങോട്ട് വരാൻ മുണ്ട് പിടിച്ചിട. പെണ്ണ് വരണേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയേക്കണാട്ടില്ലേ? കേറി പോടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ പോടി. മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. എന്താടാ പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ലും. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിക്കളിടാൻ കണ്ട സ്ഥലം. കളിക്കുന്ന കരലിൽ ചിലക്കാതെ പണിയെടുക്കടാ. നല്ല ആളാ. എന്നെ ചെറുത്താന്റെയും കടലിന്റെ ഇടയിൽ നിർത്തിയിട്ട് CP ഇന്നലെ മുങ്ങിയല്ലേ? ആ ഷേണായി കാശ് തന്നില്ലടോ. രാധാകൃഷ്ണേട്ടന്റെ കത്ത് കൊണ്ട് ചെല്ലാൻ. അല്ല, അയാൾ ഒഴിയാൻ പറഞ്ഞതാണ്.
ഓക്സിജൻ നിന്നാൽ രോഗി മരിക്കും. പണം ഇല്ലെങ്കിൽ നമുക്ക് പണി നിർത്താം. അയ്യോ അത് പറ്റില്ല. പണിക്കാരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ ഒരു കാര്യം പറഞ്ഞു, ആ പഴയ കമ്മീഷണർ ലീവിൽ പോയതല്ല. ഗുഡ് മോർണിംഗ് സീതണ്ണ. കുറച്ചുകൂടെ കൂടുതൽ ഇട്ടുണ്ട് പോടെ. ആ എന്താ പറഞ്ഞ? ലീവിൽ പോയതല്ല. ലീവിൽ പോയതല്ല, ട്രാൻസ്ഫർ ആയി പോയതാണ്. പുതിയ കമ്മീഷണർ ചാർജ് എടുക്കാൻ വരും. പഴയ കമ്മീഷണറുമായി ഉടക്കിയതോടെയാണല്ലോ നമ്മൾ കുഴിയിലായത്. തന്റെ അളിയൻ എഞ്ചിനീയർ ചെക്ക് മെഷർമെന്റിന് എപ്പോ വരും? അയാൾ തോന്നുമ്പോ വരട്ടെ. വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയക്കണ്ടേ? ഞാൻ ഓവർസിയറെ കാണാൻ പോവാ. ഗോപി, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. റോഡിന്റെ നടുവിൽ ബോളർ ഇട്ടാൽ ശരിയാവില്ല. റോഡിന്റെ സൈഡിൽ ബോളർ ഇട്ടാൽ മതി. സൈഡിലെ ചെക്കിങ്ങിന് വരുമ്പോ അതല്ല, നടുക്ക് പദമുള്ള ഭാഗത്ത് ബോളർ ഇട്ടില്ലെങ്കിൽ വരുന്ന വാഹനങ്ങൾ പാതാളത്തിലേക്ക് പോകും. അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്താൽ മതി. സർവത്ര ബോളർ ഇട്ട് നീ എന്നെ ചിരട്ട എടുപ്പിക്കരുത്. ആദ്യം ഞാനൊന്ന് നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഓവറാക്കണ്ട. എന്താടാ ആ പലചരക്കടക്കാരൻ തെറി വിളിക്കാൻ തുടങ്ങി. പതുക്കെ. കാശുള്ള സമയത്ത് കണക്ക് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇനി ബില്ല് മാറട്ടെ. അതിന് എന്താ? മുനിസിപ്പാലിറ്റിയുടെ വക ഒരു റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി കിട്ടും. അത് വിറ്റിട്ട്. അപ്പൊ അടുത്ത കാലത്തൊന്നും നോക്കണ്ടല്ലേ? ബില്ല് മാറിയില്ലുള്ള കാര്യമാ പറഞ്ഞത്. പി ഊണ് കഴിക്കാനെന്നും പറഞ്ഞു പോയിട്ട് ഇവിടെ അടുത്തങ്ങ് നല്ല ഹോട്ടലില്ലല്ലോ. എല്ലാരും 2.5 മണിക്കൂർ കഴിഞ്ഞാ എത്തിയത്. നാളെ മുതൽ നമുക്കൊരു മെസ് തുടങ്ങിയാലോ? അതെ, അങ്ങനെ വല്ല ആലോചിച്ചാ പറ്റൂ. അരി ഞാൻ കൊണ്ടുവന്നരാം. പലവ്യഞ്ജനം ഇവിടെ ഏതെങ്കിലും കടയിൽ കടം കിട്ടുമോ? ഇനിയും കടം വാങ്ങിച്ചാ? അയ്യോ ഗോപി, ഞാൻ ഓർച്ചേരെ കണ്ടിട്ട് വരാം. അപ്പൊ പറഞ്ഞ പോലെ ബോളറ് നടുക്കിടണ്ട, സൈഡിൽ ഇട്ടാ മതി. കീലൊക്കെ കുറച്ചിട്ടാ മതി, ചുമ്മാ കിട്ടൂല കേട്ടാ. ചെന്ന് ജോലി കാശ് കിട്ടുമ്പോ തരും. അതിന് ഇവിടെ പറഞ്ഞതാ, പൂച്ചയെ കൊമ്പ് വളയ്ക്കുമ്പോഴാ. ചെന്ന് ജോലിയുടെ കാശൊക്കെ കിട്ടും.